നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 203 203. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സമേത സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമ. ഇന്ന് തൃതീയ സ്കന്ധത്തിൽ 3-ാം അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അധ തേ ഭ്രാതൃപുത്രാണാം പക്ഷയോപതിതാൻ നൃപാൻ ചചാല ഭൂ കുരുക്ഷേത്രം യേഷാമാപതതാം ബലേ. അധ തേ ഭ്രാതൃപുത്രാണാം പക്ഷയോപതിതാൻ നൃപാൻ ചചാല ഭൂ കുരുക്ഷേത്രം യേഷാം ആപതതാം ബലേഹി. അതായത് അങ്ങയുടെ ജ്യേഷ്ഠന്മാരുടെ പുത്രന്മാരുടെ ഭാഗങ്ങളിൽ പതിതാൻ ചേർന്ന രാജാക്കന്മാരെ വധിപ്പിച്ചു. കുരുക്ഷേത്രത്തിൽ ആപതതാം വന്നു ചേരുന്ന യാതൊരുത്തരുടെ സൈന്യങ്ങളാൽ ഭൂമി ചലിച്ചു. അങ്ങനെയാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അതിൽ പിന്നെ അങ്ങയുടെ ഭ്രാതാക്കന്മാരായ പാണ്ഡു, ധൃതരാഷ്ട്രർ ഇവരുടെ പുത്രന്മാരായ ധർമ്മപുത്രാദികളുടെയും ദുര്യോധനാദികളുടെയും ഭാഗങ്ങളിൽ ചേർന്ന് യുദ്ധം ചെയ്യുവാനൊരുങ്ങി കുരുക്ഷേത്രമാകുന്ന യുദ്ധഭൂമിയിൽ വന്നു ചേർന്ന സൈന്യങ്ങളുടെ ആഘോഷം നിമിത്തം ഭൂമി കൂടി ചലിച്ചുപോയി. ഇങ്ങനെ യുദ്ധത്തിനൊരുങ്ങിയവരെ എതിർ കക്ഷികളെ കൊണ്ട് വധിപ്പിച്ചു. ആരെ? ഭഗവാൻ. 13-ാമത്തെ ശ്ലോകം. സകർണ ദുസ്സാസന സൗബലാനാം കുമന്ത്രപാകേന ഹതശ്രിയായുഷം സുയോധനം സാനുചരം ശയാനം ഭഗ്നോരുമുർവ്യാം നനന്ദ പശ്യൻ. കർണദുസ്സാസന സൗബലാനാം കുമന്ത്രപാകേന ഹതശ്രിയായുഷം സുയോധനം സാനുചരം ശയാനം ഭഗ്നോരുമുർവ്യാം നനന്ദ പശ്യൻ. അതിനർത്ഥം പറയാ, വാക്കാർത്ഥം. കർണസഹിതനായ ദുസ്സാസന സൗബലന്മാരുടെ ദുരാലോചനയുടെ ഫലത്താൽ, കുമന്ത്രപാകേന ദുരാലോചന, ഹനിക്കപ്പെട്ട സ്ത്രീയോടും ഐശ്വര്യം ഇല്ലാതെ ഉണ്ടായി. ഹനിക്കപ്പെട്ട സ്ത്രീയോടും ആയസ്സോട് കൂടിയവനും, രണ്ടുമില്ല, അതായത് ഐശ്വര്യമില്ല ആയുസ്സുമില്ല. മുഷിഞ്ഞ തുടയോട് കൂടിയവനും, മുറിഞ്ഞ തുടയോട് കൂടിയവനും. ആരെ? ദുര്യോധനൻ. ഭൂമിയിൽ ശയിക്കുന്നവനും അനുചരന്മാരോട് കൂടിയവനുമായ സുയോധനനെ നോക്കുവാനായിട്ടുകൂടി സന്തോഷിച്ചില്ല. പറഞ്ഞേ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. കർണൻ, ദുശാസനൻ, ശകുനി ഇവരുടെ ദുരാലോചനകളുടെ പരിഭാഗ ഫലാനുഭവം നിമിത്തം ആയുസ്സും അർത്ഥവും നശിച്ച് ഭീമസേനൻ്റെ ഗത കൊണ്ടുള്ള അടിയേറ്റ് തുടമുറിഞ്ഞ് ഭൂമിയിൽ വീണ് കിടക്കുന്ന ദുര്യോധനനെയും കൂട്ടുകാരെയും കണ്ടിട്ടും ഭഗവാൻ അഭിനന്ദിച്ചില്ല. ഭൂഭാരം തീർന്നതായി കരുതിയില്ല എന്ന് സാരം. പിന്നെയുണ്ട് അവരുടെ സ്വന്തം ആൾക്കാരും ഭൂമി ഭാരം തന്നെയാണെന്നാണ് ഭഗവാന്റെ കാഴ്ചപ്പാട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. കുന്തി ദേവിക്ക് കിട്ടിയിട്ടുള്ള മന്ത്രത്തിൻ്റെ ബലം ആണ് പാണ്ഡവന്മാർ. അത് മൂത്ത മകനായിട്ടുള്ള കർണനടക്കം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മന്ത്രാണ്, മാത്രമല്ല സൂര്യദേവൻ്റെ മകനാണ്. പക്ഷേ ആ ക്യാരക്ടർ എന്താണ്? പാപിയാണ്. അപ്പോൾ
ധർമ്മപുത്രരുടെയും ഭീമൻ്റെയും അർജുനൻ്റെയും നകുല സഹദേവൻ്റെയും ഭക്തി ആർക്കുണ്ടായിരുന്നില്ല? കർണനുണ്ടായിരുന്നില്ല. ദാനശീലനാണ്, അതൊക്കെ വേറെ കാര്യം. ധാർമ്മിക ശക്തി, ഭക്തി ധാർമ്മിക ശക്തിയോട് കൂടിയിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഭഗവാൻ മഹാഭാരതത്തിലാണെങ്കിലും ഭാഗവതത്തിലാണെങ്കിലും സ്വയം വേദവ്യാസരായി അവതരിച്ച് ഇങ്ങനെയുള്ള കഥകൾ എഴുതി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എന്തിനാ? ധർമ്മവും അധർമ്മവും ആണ് വേണ്ടത്. ആരുടെ മകൻ അല്ല, എങ്ങനെ ഉണ്ടായി അതുമല്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ സൂര്യദേവൻ്റെ മകൻ മോശമാവാൻ പാടുമോ? പക്ഷെ അങ്ങനെയായി. എന്താ കാരണം? ഭഗവാൻ അങ്ങനെ ഒരു ക്യാരക്ടറിനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഭക്തിപ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മമതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കരുത്, പ്രീതിജനകമായിട്ടുള്ള കാര്യത്തിനായിട്ടാണ്. മറ്റുള്ളവരുടെ ഉന്നമനത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഭക്തി ഉണ്ടാക്കാൻ. ഇനി 14-ാമത്തെ ശ്ലോകം നോക്കുക. കിയാൻ ഭോയം ക്ഷപിതോരുഭാരോ യദ്രോണ ഭീഷ്മാർജുന ഭീമമൂലൈ അഷ്ടാദശാക്ഷൗഹിണികോ മദംശൈ ആസ്തേ ബലം ദുർവിഷഹം യദൂനാം. കിയാൻ ഭുവോയം ക്ഷപിതോരുഭാരോ യദ്രോണ ഭീഷ്മാർജുന ഭീമമൂലൈ അഷ്ടാദശാക്ഷൗഹിണികോ മദംശൈർ ആസ്തേ ബലം ദുർവിഷഹം യദൂനാം. ദ്രോണര്, ഭീഷ്മര്, അർജുനൻ, ഭീമൻ ഇവരാകുന്ന പ്രധാന കാരണത്തോടുകൂടി ഭൂമിയുടെ യാതൊരു മഹത്തായ ഭാരം എത്രമാത്രം നശിക്കപ്പെട്ടു. എൻ്റെ അംശത്തോടുകൂടി യദുക്കളുടെ അസഹ്യമായ സൈന്യം ഇരിക്കുന്നു. അതാണ് ഭഗവാൻ പാർഷ്യാലിറ്റി കാണിക്കില്ല. എൻ്റെ അംശത്തോടുകൂടി യദുക്കളുടെ അസഹ്യമായ സൈന്യത്തെയും കൂടി എനിക്ക് ഹരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഭഗവാൻ സന്തോഷിക്കാത്തതിന് കാരണം ദ്രോണർ, ഭീഷ്മർ, അർജുനൻ, ഭീമസേനൻ ഇവർ മൂലമായിട്ട് 18 അക്ഷൗഹിണി സൈന്യം നശിച്ചിട്ടുണ്ട്. അതിനാൽ ഭൂമിയുടെ മഹത്തായ ഭാരം തീർന്നു. എന്നാലും അത് സാരമില്ല. ഇനിയും ദുസ്സഹമായ സൈന്യം നശിക്കേണ്ടതായിട്ടുണ്ട്. അത് മറ്റാരുമല്ല, യദുസൈന്യം തന്നെ. എൻ്റെ അംശത്തിൽ ഉണ്ടായവരായതുകൊണ്ട് അവരെ മറ്റാർക്കും നശിപ്പിക്കുവാൻ കഴിയുകയുമില്ല. അതിന് ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. അവർ കൂടി നശിച്ചാൽ മാത്രമേ ഭൂമി ഭാരം തീർന്നുവെന്ന് പറഞ്ഞുകൂടൂ എന്നുള്ള വിചാര നിമിത്തമാണ് ഭഗവാൻ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ടും സന്തോഷിക്കാത്തത്. മനസ്സിലായോ? ഇനി 15-ാമത്തെ. മിഥോ യദേശാം ഭവിതാ വിവാദോ മാധ്വാമദാതാമ്രവിലോചനാനാം നൈഷാം ബധോമായ ഇദാനതോന്യോ മയുദ്ധ്യത്തെ അന്തർധതേ സ്വയം സ്മാം. മിഥോ യദേശാം ഭവിതാ വിവാദോ മാധ്വാമദാതാമ്രവിലോചനാനാം നൈഷാം ബധോപായ യാനതോന്യോ മയുദ്ധ്യുതേ അന്തർധതേ സ്വയം സ്മാം. മദ്യത്തിൻ്റെ മതം നിമിത്തം അധികം ചുവന്ന കണ്ണുകളോടുകൂടി ഇവർക്ക് അന്യോന്യം കലഹം ഭവിക്കും. ഇവരുടെ വധത്തിന് ഉപായം ഇതുതന്നെ. ഇതിൽ നിന്ന് അന്യമായിട്ടില്ല. ഞാൻ പരിശ്രമിക്കുമ്പോൾ താനെ തന്നെ തിരോധാനം ചെയ്യും. ഞാൻ തിരോധാനം ചെയ്യും എൻ്റെ സൈന്യം നശിച്ചാൽ എന്ന് പറഞ്ഞു. അവിടെ പിന്നെ ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണം. സകുലമാകുന്ന ഭൂഭാരം. സകുലമാകുന്ന, സകുലല്ല, സകുലം. ആ വാക്കുകൾ കിട്ടണം. സകുലമാകുന്ന ഭൂഭാരം. അവിടെ സകുലം എന്താ വെച്ചാൽ അർത്ഥം വരില്ല.
ഭൂഭാരം തീർക്കുവാൻ ഉപായമായി ആലോചിച്ച ഭഗവാൻ ഈ വിധം തീർച്ചപ്പെടുത്തി. മദ്യപാന നിമിത്തമുണ്ടാകുന്ന അന്തർമതത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ കണ്ണുകൾ ചുമന്നിരിക്കുന്ന ഇവർക്ക് തമ്മിൽ കലഹമുണ്ടാവും. ഇതൊരു ഫാക്റ്റാണ്, ഫാക്ച്വൽ ഇൻഫർമേഷനാണ്. ഭാഗവതം പഠിച്ച ഒരാൾ അല്ലെങ്കിൽ ഭാഗവതം അവശ്യം പഠിച്ചിരിക്കണം എന്നുള്ള ധാരണ ഒരാൾ പഠിച്ച ശേഷം മദ്യത്തിൽ നിന്നുണ്ടാവുന്ന വരുമാനം ശ്രേയസ്സാണെന്ന് കാണില്ല. ശ്രേയസ്സാണ് എന്ന് അറിഞ്ഞിട്ടല്ല, വേറെ നിവൃത്തികേടുകൊണ്ടാണ് കേരളത്തിൽ. പക്ഷേ അതുകൊണ്ട് എന്താ ഉണ്ടാവണത്? 14 വയസ്സായ ആളും എന്തു ചെയ്യണു അല്ലേ? പുക വലിക്കണു, കഞ്ചാവ് വലിക്കണു എന്നാണ് പറഞ്ഞത്. എത്ര ആൾക്കാർ വലിക്കണു അല്ലേ? അപ്പം നമ്മൾക്കൊരു ഉത്തരവാദിത്തമില്ലേ? സ്വയം വലിക്കാതെ കണ്ടിരിക്കുക, വലിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കാതെ കണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ണുകൾ ചുമന്നിരിക്കുന്ന ഇവർക്ക് തമ്മിൽ കലഹമുണ്ടാകും, അപ്പോൾ അന്യോന്യം മത്സരിച്ചു മരിക്കും. അതാണിപ്പോൾ സംഭവിക്കാൻ പോണത്. ഇതൊന്നല്ലാതെ ഇവരുടെ നാശത്തിന് മറ്റുപായമില്ല. സന്മാർഗരഥന്മാരായ ഇവർ, സന്മാർഗത്തിൽ പോവാത്തവർ, ഇവരെ മദ്യപാനം ചെയ്യുകയില്ലല്ലോ എന്ന് ശങ്കിക്കണ്ട. ഞാൻ ഇവരെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അതിനുള്ള വഴി ഉണ്ടാവും. അപ്പോൾ ഭഗവാനാണ് വഴി വെക്കരുത്. ഇവരും ഭൂമിയിൽ നിന്ന് മറിഞ്ഞു പോകും. മദ്യപാന ദോഷാധിക്യത്തെ ഇവിടെ ചുരുക്കത്തിലാണെങ്കിലും സാരമായി വ്യാഖ്യാനിച്ചതായി അറിയണം. പക്ഷേ ഈ ശ്ലോകം ചൊല്ലിയോണ്ടായോ അർത്ഥം അറിയോ? ഇല്ലല്ലോ. ആഖ്യാനം വായിക്കണ്ടേ, പഠിക്കണ്ടേ? വായിച്ചാൽ മതിയോ? അപ്പോൾ ഭാഗവതാഖ്യാനം ചിലപ്പോൾ ആൾക്കാർ വായിക്കാൻ വിസമ്മതിക്കുന്നത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാവാം. പക്ഷേ അപ്പോഴും ഫലം എന്താ? വിനാശമാണ്, നാശമാണ്. ഇനി 16-ാമത്തെ ശ്ലോകം. ഏവം സഞ്ചിന്യ ഭഗവാൻ രാജ്യേ സ്ഥാപ്യ ധർമ്മജം നന്ദയാമാസ സുഹൃദാ സാധൂനാം വർമ്മദർശയൻ. ഏവം സഞ്ചിന്യ ഭഗവാൻ സ്വരാജേ സ്ഥാപ്യ ധർമ്മജം നന്ദയാമാസ സുഹൃദാ സാധൂനാം വർമ്മദർശയൻ. ഇപ്രകാരം ആലോചിച്ചിട്ട് സ്വരാജ്യത്തിൽ ധർമ്മപുത്രരെ ഉറപ്പിച്ചിട്ട് സജ്ജനങ്ങളുടെ മാർഗത്തെ കാട്ടിക്കൊടുക്കുന്നവനായ ശ്രീകൃഷ്ണൻ സുഹൃത്തുക്കളെ സന്തോഷിപ്പിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ട മര്യാദകളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇപ്രകാരം ആലോചിച്ച ഭഗവാൻ ധർമ്മപുത്രരെ രാജാവായി അഭിഷേകം ചെയ്ത് രാജ്യത്തിൽ ഉറപ്പിച്ചു. സദാചാരത്തെ അനുസരിക്കുകയും സുഹൃത്തുക്കളെ കൊണ്ട് അനുസരിപ്പിക്കുകയും ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു. അപ്പോൾ ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്വം എന്താ? സദാചാരത്തെ അനുസരിച്ച് സുഹൃത്തുക്കളെ കൊണ്ട് അനുസരിപ്പിക്കുകയും. സ്വയം സദാചാരത്തെ ഭഗവാൻ മദ്യപാനം ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ സുഹൃത്തുക്കളെ കൊണ്ട് അനുസരിപ്പിക്കുകയും ചെയ്ത് എന്ന് പറയുന്നു. ഇനി 17-ാമത്തെ ശ്ലോകം. ഉത്തരായാം ധൃത പുരോർവംശ സാധു അഭിമന്യുന സ വൈ ദ്രൗണസ്ത്രസംഛിന്ന പുനർഭഗവതാ ധൃത. ഉത്തരായാം ധൃത പൂരോർവംശ സാധു അഭിമന്യുന സ വൈ ദ്രൗണ്യസ്ത്രസംഛിന്ന പുനർഭഗവതാ ധൃത. അഭിമന്യുവിനാൽ ഉത്തരയിൽ പൂർവംശം വിധിപൂർവം ഉറപ്പിക്കപ്പെട്ടു. എന്നിട്ടോ അശ്വത്ഥാമാവിൻ്റെ അസ്ത്രത്താൽ ഖണ്ഡിക്കപ്പെട്ട ആ ഗർഭം ഭഗവാനാൽ വീണ്ടും നിലനിർത്തപ്പെട്ടു. അശ്വത്ഥാമാവ് വിചാരിച്ചു എൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് പാണ്ഡുവിൻ്റെ വംശത്തെ ഇല്ലാതെ കണ്ടാക്കാം. സന്തോഷിച്ചു. അദ്ദേഹം അതിനെ ആക്ട് ചെയ്യുകയും ചെയ്തു, സന്തോഷിച്ചു. പക്ഷെ ഭഗവാൻ അതിനെ രക്ഷിച്ചു. അതായത് ആരുടെ സങ്കല്പ ഭഗവാൻ സാധൂകരിക്കുക? ധാർമ്മിക
പന്ഥാവിലൂടെ നടക്കണവരുടെ. ധർമ്മത്തിന് ഭ്രംശം വരണം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടില്ല. പറയുമ്പോൾ അശ്വത്ഥാമാവിൻ്റെ അച്ഛൻ ഒക്കെ വലിയ ഭക്തനാണ്, ദ്രോണരൊക്കെ. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ ധാർമ്മികത മനസ്സിലാക്കിയിട്ടേ ഭഗവാൻ അത് വില വെച്ച് കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ വില വയ്ക്കില്ല. അപ്പോൾ നമ്മൾ അവശ്യം ചെയ്യേണ്ടത് എന്താണ്? ധർമ്മം എന്താണ് എന്ന് നമ്മൾ അറിയണം. അപ്പോൾ പറഞ്ഞു, അഭിമന്യു വിധിപൂർവം ഉത്തരയിൽ ജനിപ്പിച്ച പൂർവംശ സന്താനം അശ്വത്ഥാമാവിനാൽ ബ്രഹ്മാസ്ത്രത്താൽ ഛേദിക്കപ്പെട്ട സമയം ഭഗവാൻ ആ സന്താനത്തെ പുനർജീവിച്ചു. വേറൊരാൾക്കും പറ്റില്ല. ഏത്? ബ്രഹ്മാസ്ത്രത്തിൽ നശിച്ച കുട്ടീനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മൈക വിത്തായിരിക്കുന്ന ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. ഇനി 18ാമത്തെ ശ്ലോകം. അയാജയധർമ്മസുതം അശ്വമേധസ്ത്രിഭിർവിഭു സ അഭിഷ്മാമനുജൈരക്ഷൻ രേമേ കൃഷ്ണമനോരഥാം. അയാജയധർമ്മസുതം അശ്വമേധൈസ്ത്രിഭിർവിഭു സ അഭിഷ്മാമനുജൈരക്ഷൻ രേമേ കൃഷ്ണമനോരഥാം. 3 അശ്വമേധങ്ങൾ കൊണ്ട് ധർമ്മപുത്രരെ യജിപ്പിച്ചു. കൃഷ്ണനെ അനുസരിക്കുന്ന അവനും അനുജന്മാരോടുകൂടെ ഭൂമിയെ രക്ഷിക്കുന്നവനായിട്ട് രമിച്ചു. രമിക്കണ്ടെന്ന് പറയണില്ല, രമിക്കാം. വാട്ട് ഈസ് ഡിസ്റ്റൈൻഡ്, എന്താണ് വിധി, അത് അവ. അതായത് രക്ഷിക്കുന്നവനായിട്ട് ശ്മാം ഭൂമിയെ, ധാർമ്മികതയാണ് അവിടെയും നമ്മൾ ഫേസ് വാല്യൂവിൽ കാണേണ്ടത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ചക്രവർത്തികൾക്ക് മാത്രം ചെയ്യാവുന്ന 3 അശ്വമേധങ്ങൾ ധർമ്മപുത്രരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ശ്രീകൃഷ്ണൻ്റെ ഹിതാനുസരണം പ്രവർത്തിക്കുന്ന ആ ധർമ്മസുതൻ അനുജന്മാരോടുകൂടി ഭൂമിയെ രക്ഷിച്ചുകൊണ്ട് രമിച്ചു. അതാണ് ഈശ്വരൻ്റെ ആഹ്വാനം അല്ലെങ്കിൽ ആദേശം. ചെവിക്കുള്ള അതേപോലെ ഇരിക്കാം. 19. ഭഗവാനഭിവിശ്വാത്മാ ലോകവേദപദാനുഗ കാമാൻ ശിഷേവേ ദ്വാർവത്യാമസക്ത സാഖ്യമാസ്ഥിത. അസക്ത, ആ വാക്ക് ശ്രദ്ധിക്കണം. ദ്വാർവത്യാം, അസക്ത, ശക്തിയില്ലാത്തവൻ എന്നർത്ഥം. ഭഗവാൻ അഭിവിശ്വാത്മാ ലോകവേദപദാനുഗ കാമാൻ ശിഷേവേ ദ്വാർവത്യാം അസക്ത സാഖ്യമാസ്ഥിത. വിശ്വത്തിൽ ആത്മാവായിരിക്കുന്നവനും ശാസ്ത്രത്തിലും വേദത്തിലും നിശ്ചയിച്ച മാർഗത്തെ അനുസരിക്കുന്നവനുമായ. അപ്പോൾ ഭാഗവതം ഒരു തത്വശാസ്ത്രമാണ്, ധാർമ്മിക ശാസ്ത്രമാണ്. അതിങ്ങനെ വായിക്കാൻ പഠിച്ചാൽ മതിയോ? പോരാ. ധാർമ്മികത മനസ്സിലാക്കി അത് നിത്യജീവിതത്തിൽ പ്രയോഗശാസ്ത്രത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അതിനൊരു ഗരിമയുള്ളൂ. അപ്പോൾ ഭഗവാനും, അതായത് ശാസ്ത്രത്തിലും വേദത്തിലും നിശ്ചയിച്ച മാർഗത്തെ അനുസരിച്ചവനുമായ ഭഗവാനും ജ്ഞാനം എന്ന യോഗത്തെ, സാഖ്യം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എണ്ണല്ല. ജ്ഞാനം എന്ന യോഗത്തെ, സാഖ്യയോഗത്തിൻ്റെ പ്രവക്താവ്. ഇത്ര തരം ധർമ്മമുണ്ടെന്നല്ല, ഇത്ര അറിവ് മാക്സിമം. എന്തിനെ പറ്റി? ആത്മാവിനെ പറ്റിയിട്ടുള്ള അറിവ്. അപ്പം അതിനാണ് പരാഭക്തി, പരാവിദ്യ എന്നൊക്കെ പറയാം. അപ്പോൾ അംഗീകരിച്ചവനായിട്ട്, ആസക്തിഹീനനായിട്ട്. അപ്പോൾ ജ്ഞാനം ഉണ്ടായാൽ എന്ത് ഉണ്ടാവില്ല? ആസക്തി ഉണ്ടാവില്ല. ആസക്തി ഉള്ള സമയത്തോ ജ്ഞാനം ഉണ്ടാവില്ല. ജ്ഞാനം ഉണ്ടെങ്കിലും ആസക്തനായാൽ ജ്ഞാനം മറിയും. അപ്പോൾ സ്വയം നശിക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥം. എല്ലാറ്റിലും ജീവരൂപേണ വിളങ്ങുന്ന ഭഗവാൻ. ഇതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാറ്റിലും ജീവരൂപേണ വിളങ്ങുന്ന ഭഗവാൻ. അപ്പോൾ ആരേനെ തിന്നുക? നമ്മൾ ശവം തിന്നുമ്പോൾ ശ്രദ്ധിക്കണ്ടേ?
അത് ഈശ്വരാംശം അനുഭവിച്ചിരുന്ന ആളാണ്. അതിന് നമ്മൾ കാരണം അതിന് ജീവൻ കളയണോ? അപ്പോൾ നിമിത്തം ശരീരത്തെ ധരിച്ചിരിക്കുന്നത് കൊണ്ട് ശാസ്ത്രത്തിലും വേദത്തിലും മനുഷ്യരെ ഉദ്ദേശിച്ച് വിധിച്ച മാർഗങ്ങളെ അതിക്രമിക്കാതെയും വിധിവാക്യങ്ങളെ അതിക്രമിക്കരുത്. സ്വരൂപാനന്ദത്തിൽ നിന്ന് ചലിക്കാതെയും, അതായത് ആനന്ദത്തിൽ നിന്ന് ചലിക്കരുത്. ഡിഗ്നിറ്റി ഡീഗ്രേഡ് ചെയ്തത് അപ്ഗ്രേഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ദ്വാരകയിൽ വസിച്ച വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവനാണെങ്കിലും ലോകരീത്യാ സുഖകരങ്ങളായ വിഷയങ്ങളെ അനുഭവിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇനി 20ാമത്തെ ശ്ലോകം. സ്നിഗ്ധസ്മിതാവലോകേന വാചാ പീയൂഷകൽമഷാം ചരിത്രാരിത്രേണാനവദ്യേന ശ്രീനികേതേന ച ആത്മനാം. ഇനി അതിൻ്റെ ഒപ്പം 21ാമത്തെ ശ്ലോകം കൂടി പോവും. യമം ലോകമമും ചൈവരമയൻ സുതരാം യദൂൻ രേമേ ക്ഷണതയാ ദത്തക്ഷണ സ്ത്രീ ക്ഷണ സൗഹൃദാം. ഒന്നും കൂടി പറയാം. സ്നിഗ്ധസ്മിതാവലോകേന വാചാ പീയൂഷകൽപ്പയാം ചാരിത്രേണ അനവദ്യേന എന്നാലേ ശരിയുള്ളൂ. ചാരിത്രേണ അനവദ്യേന ശ്രീനികേതേന ച ആത്മനാം ഇമം ലോകം അമും ചൈവ ഇമം ലോകം അമും ചൈവരമയൻ സുതരാം യദൂൻ രേമേ ക്ഷണതയാ ദത്ത ക്ഷണ സ്ത്രീ ദത്തക്ഷണ സ്ത്രീ ഈക്ഷണ സൗഹൃദ. സ്ത്രീ എന്ന് പറയുന്നത് അവിടെ, അതായത് ദത്തക്ഷണ സ്ത്രീ ഈക്ഷണ സൗഹൃദ. ഭഗവാന്റെ കൃപാകടാക്ഷം, ഭഗവാന്റെ പാർവേല എന്നാണ് പറയാം. ഭഗവാൻ നോക്കിയ അതിന് ക്ഷണാദയ. ഞാനത് ഒന്ന് ശരിയാക്കി തരാം, അതിൽ വല്ലതും ഉണ്ടെങ്കിൽ. അതെ, ക്ഷണസ്ത്രീ ഈക്ഷണ സൗഹൃദ. ക്ഷണസ്ത്രീ ഈക്ഷണ സൗഹൃദ. ദാനം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ഉത്സവത്തിൽ സ്നേഹയുക്തനായിട്ട് രമിച്ചു എന്ന് തന്നെ അർത്ഥം പറയാം. സ്നേഹമുള്ളത്, മന്ദഹാസം, നോട്ടം, അമൃതത്തിന് തുല്യമായ വാക്കുകൊണ്ട് ദോഷമില്ലാതെ, അനവദ്യേന ദോഷമില്ലാത്ത നടപടി കൊണ്ട് ചാരിത്രേണ എന്ന് പറയും. ലക്ഷ്മിയുടെ വാസസ്ഥാനമായ ശരീരത്തിൽ ഈ ലോകത്തെയും അമുംച പരലോകത്തെയും, അമുംച ഏറ്റവും യദുക്കളോടും രമിപ്പിക്കുന്നവനായിട്ട് രാത്രിയിൽ ദാനം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ഉത്സവത്തിൽ സ്നേഹയുക്തനായിട്ട് രമിച്ചു. ഇതാണ് അതിൻ്റെ വാക്കാർത്ഥം പറയാം. ഇനി അതിന് ഭാവാർത്ഥം പറയുമ്പോൾ ഇങ്ങനെ, ഉത്തമനായ ഒരു മനുഷ്യനെന്ന നിലയിൽ സ്വസ്ത്രീകളിൽ ആസക്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ രമിച്ചതിനെ വിവരിക്കണം. എങ്ങനെയാണ് ഈ ഗോപിക നൃത്തം ഒക്കെ ഉണ്ടായത്? അപ്പോൾ പറയണു, സ്നേഹസൂചകമായ കടാക്ഷം, അല്ലാണ്ട് ആക്രാന്തോട് കൂടിയിട്ടുള്ള അല്പം കടിച്ചു തിന്നുന്നുള്ള ഇരുന്നില്ല. അതാണ്. അപ്പോൾ ഈ ശാരീരിക അല്ല, അത് ആധ്യാത്മികമാണ്. സ്നേഹസൂചകമായ കടാക്ഷം മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന അമൃത സമാനമായ സംഭാഷണം, മനസ്സിനെ സന്തോഷിപ്പിക്കുകയാണ്. പച്ചമാങ്ങ അതല്ല അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്തോ അറിയില്ല എനിക്ക്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ സിനിമയിൽ ഹീറോയിൻ ആലിംഗനം ചെയ്യണതായിട്ട് ലിറിക്സിൽ വരും. അവരെന്താ ചെയ്യുക? 2 പൂവെടുത്തിട്ട് ഇങ്ങനെ തട്ടും.
അല്ലെങ്കിൽ അവിടുന്ന് ഒരു സാധനം വരും, ഇവിടുന്ന് ഒരു സാധനം വരും, അവരൊന്നിങ്ങനെ മുട്ടും പോവും. അത് ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ചാണ്. ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീച്ച് അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ബുദ്ധിയില്ല ആൾക്കാർക്ക് ഇപ്പോൾ ഓടിച്ചാടി പിടിച്ച് കശയ്ക്ക് എറിയാണ്. അത് കുട്ടികൾ ചെയ്യുമ്പോൾ നമുക്ക് തെറ്റായി. അച്ഛനമ്മമാർ ഒരു കുടുംബത്തിൽ തന്നെ അത് ആവർത്തിക്കപ്പെടുന്നു. അത് നമ്മൾക്ക് പാരയായിട്ട് മാറും. അപ്പോൾ ഈ കൃഷ്ണൻ അങ്ങനെ ചെയ്തു ചോദിക്കാൻ, കൃഷ്ണൻ എന്താ ചെയ്തത്? കൃഷ്ണൻ ചെയ്തത് ഇങ്ങനെയാണ്: സ്നേഹസൂചകമായ കടാക്ഷം, മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന അമൃതസമാന സംഭാഷണം, നിർദോഷമായ ആചരണം. ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല. നിർദോഷമായ ആചരണം, അത്യുജ്വലമായിരിക്കുന്ന ദേഹശോഭ എന്നിവയോടുകൂടിയ ഭഗവാൻ രാത്രിയിൽ തൻ്റെ ആഗമനത്തെ കാത്തിരിക്കുന്ന സ്ത്രീകളെ രമിപ്പിച്ചു. അല്ലാതെ ഭഗവാൻ ശരീരത്തിന് വാരിപ്പുണരല്ല ചെയ്തത്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാ അല്ലേ, ചന്ദ്രനെ ചർച്ച ചെയ്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ചവച്ചരച്ച എന്താണെന്നാ പറയുക, താമ്പൂലം സ്ത്രീകൾ കൃഷ്ണൻ്റെ ചുണ്ടിൽ നിന്ന് ഫ്രഞ്ച് കിസ്സോടുകൂടി എടുത്തു എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. അവിടെയാണ് തെറ്റ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആഖ്യാനം മൈനസ് ഭാഗവതം ബിഗ് ഹെല്ലാണ്. അതിനെ ഹെവനാക്കി മാറ്റാനാണ് ആഖ്യാനം വായിക്കണം, പഠിക്കണം. അപ്പോൾ പറഞ്ഞു, എന്ന് തന്നെയല്ല ഓരോ ചേഷ്ടകളാൽ ഈ ലോകത്തിലുള്ള എല്ലാവരെയും അലൗകിക വ്യാപാരങ്ങളാൽ, ലൗകിക വ്യാപാരങ്ങൾ കൊണ്ടല്ല, അലൗകിക വ്യാപാരങ്ങളാൽ ദേവന്മാരെയും കൂടെ ആനന്ദിപ്പിച്ചു. ഈ മനുഷ്യനാട്യത്താൽ ഭഗവാൻ സ്വയമേവ ആനന്ദിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ അതിൽ ആനന്ദിച്ചു. കാരണം എന്താ? ആത്മാരാമത്വമാണ്. മനസ്സിലായില്ലേ? അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ എല്ലാവർക്കും അനുഭവിക്കുമാറാകട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന.